അടുത്തത് ഇൻഡോളാണ്. ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ടിൽ വരുന്ന വേറൊരു മോളിക്യൂളാണ് ഇൻഡോൾ എന്ന് വെച്ചാൽ. സ്ട്രക്ചർ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കണം. So this is a 6-membered molecule attached to a 5-membered molecule containing nitrogen. അല്ലേ? ഇയാൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ല. ദിസ് ഈസ് നത്തിങ് ബട്ട് പൈറോൾ മോളിക്യൂൾ. ഇപ്പോൾ ബെൻസീൻ്റെ ഒപ്പം എന്താ പൈറോൾ റിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻഡോൾ. അല്ലേ? പൈറോളിൻ്റെ ബേസിറ്റി നമുക്കറിയാലോ, റൈറ്റ്? അപ്പം ബേസിറ്റി ഈ 3 മോളിക്യൂളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡോള്, പൈറോൾ, അതേപോലെ തന്നെ പീരിഡി. ഇതിൽ ചോദ്യം വരാൻ ബേസിറ്റി വെച്ചിട്ട് ചാൻസ് ഇല്ല. അതിനെ വെച്ചാൽ കമ്പയർ ചെയ്ത് ചോദിക്കാം നമ്മുടെ അടുത്ത്. അപ്പം നമുക്ക് ആ കൺസെപ്റ്റ് അറിയാൻ തന്നെ ഈ ഉത്തരത്തിലൂടെ എത്താൻ പറ്റും. ഓക്കെ, നമ്മളപ്പോൾ അത് കാരണം അതിൻ്റെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബേസിറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണല്ലോ ഇതിന് ബേസിക് നേച്ചർ കൊടുക്കുന്നത്, അല്ലേ? അതായത് ബേസിറ്റി എന്താ? H+നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പം നൈട്രജൻ്റെ അടുത്തേക്ക് H+ വരും, എന്നിട്ട് ഈ 2 ലോൺ പെയർ യൂസ് ചെയ്തിട്ട് ആ ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യും. കറക്റ്റ്. പക്ഷേ ഈ പറയുന്ന മോളിക്യൂളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ H+ വരുന്ന സമയത്ത് ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇവിടെ അവൈലബിൾ ആണോ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, റൈറ്റ്? അതിന് വല്ലതും സംഭവിക്കുമോ? യെസ്, അതിന് സംഭവിക്കുന്നുണ്ട്. അതിനെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദി റെസനൻസ്. അപ്പം ഈ പറയുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് ആക്ച്വലി ഡീലോക്കലൈസ്ഡ്. അവിടെയാണ് ഉണ്ടാവുക, അല്ല അവിടെ നിന്ന് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഡിഫറെൻറ്റ് പൊസിഷൻസിൽ. ഓക്കെ, അത് നമ്മൾ ആ റെസനൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കിട്ടും. അപ്പം ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ഡീലോക്കലൈസേഷൻ. അപ്പം ഡീലോക്കലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഡീലോക്കലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിനർത്ഥം നമുക്ക് പെട്ടെന്ന് ആ പൈ ഇലക്ട്രോൺസിനെ കിട്ടൂല, ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കിട്ടൂല ടു അക്സെപ്റ്റ് ദി ഇൻകമ്മിങ് പ്രോട്ടോൺ മോളിക്യൂൾ. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡീലോക്കലൈസ്ഡ്. റെസനൻസിൽ പങ്കെടുക്കുന്നതുകൊണ്ടും അരോമാറ്റിക് ക്യാരക്ടറിലും ഇരിക്കുന്നത് കൊണ്ട് ആ ഇലക്ട്രോൺസിന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ബേസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇൻ ദ കേസ് ഓഫ് ഇൻഡോൾ. അപ്പോൾ അതിന് കാരണം ദിസ് ഇസ് ഇൻവോൾവ് ഇൻ ഡീലോക്കലൈസേഷൻ. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, റെസനൻസിൽ പങ്കെടുക്കുന്ന ആൾ അപ്പോൾ ഡബിൾ ബോണ്ട് ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് കാർബണിലേക്ക് പോകും. കറക്റ്റ്. പിന്നെ അപ്പം നേരം അതിന് 2 ഇലക്ട്രോൺ കിട്ടുമ്പോൾ അതിൻ്റെ ചാർജ് മൈനസ് ആവും. പിന്നെ അവിടെ നിന്ന് വീണ്ടും മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പം ഈ ഡബിൾ ബോണ്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ആവും, ഓക്കെ, ടു ദ നെക്സ്റ്റ് ബോണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് മൂവ് ചെയ്യും. സോ ദ കാർബൺ ലെറ്റ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അൾട്ടിമേറ്റ്ലി തിരിച്ചത് നൈട്രജനിലോട്ട് തന്നെ ഇറങ്ങി വരും. അപ്പം ഇതിലോട്ട് തന്നെ എത്തി. അങ്ങനെ നമുക്ക് എന്തുണ്ടായി? നമുക്ക് ആ ഫസ്റ്റ് കിട്ടിയ സ്ട്രക്ചർ തന്നെ വീണ്ടും ഇവിടെ കിട്ടും. അപ്പോൾ ഇത് റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റെസണൻസ് സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിക്കണമെന്ന് നോക്കണ്ട. ജസ്റ്റ് ആ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, വെറുതെ വിടരുത്. നമ്മൾ അറ്റംപ്റ്റ് എങ്കിലും ചെയ്ത് വെക്കണം. റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അറ്റ്ലീസ്റ്റ്. അല്ല നമുക്ക് അറിയില്ല എന്നുള്ളതാണെങ്കിൽ യു ഷുഡ് ട്രൈ ടു അറ്റംപ്റ്റ്. ഓക്കെ, ബോണ്ടുകൾ വരച്ച് ഇലക്ട്രോൺ ഷിഫ്റ്റ് കാണിക്കാൻ നോക്കുക. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ടൈം, അതും കൂടി നോക്കണമല്ലോ. കുറച്ച് സ്പേസ് വിട്ടിട്ട് കണ്ടിന്യൂ റൈറ്റിംഗ് ഇഫ് യു ഡോണ്ട് നോ. എന്നിട്ട് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ കം ബാക്ക്, എന്നിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് സ്പേസ് വിട്ടാൽ മതി, അധികം സ്പേസ് വേണ്ട. എന്നിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ ആ റെസണൻസ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നും എഴുതാത്തതിനെക്കാട്ടിലും നല്ലതാണല്ലോ എന്തെങ്കിലും അതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്, റൈറ്റ്? സോ അതാണ്. ഇപ്പം ഇത് നമ്മൾ പറഞ്ഞു പൈ ഇലക്ട്രോൺ എന്താ? ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദി അരോമാറ്റിക് അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ റെസണൻസിൽ പങ്കെടുത്ത കാരണം ഇറ്റ്സ് ആക്ച്വലി ഡീലോക്കലൈസ്ഡ് ഇൻ ദി എൻറ്റയർ പൈ ഇലക്ട്രോൺ സിസ്റ്റം. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു ബെൻസീൻ റിങ് കൂടിയുണ്ട്, അല്ലേ? സോ ഇവിടെ നമുക്ക് കാണാമല്ലോ, ഈ ശരിക്കും ഇതിൻ്റെ ഈ പൈറോൺ മോളിക്യൂളാണ് ഈ കാണിക്കുന്നത്, അല്ലേ? പക്ഷേ ദർ ഈസ് ഓൾസോ ബെൻസീൻ റിങ് അറ്റാച്ച്ഡ്. ഇപ്പോൾ ഈ ബെൻസീൻ റിങ് അറ്റാച്ച്ഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്. അതെന്താ വെച്ചാൽ ദ എൻറ്റയർ ഡീലോക്കലൈസേഷൻ ഓഫ് ദ ഹോൾ മോളിക്യൂൾ, അതിൽ മൊത്തം ഈ ഇലക്ട്രോൺസിന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പൈറോളും ഒരു ഇൻഡോളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇൻഡോളിൻ്റെ ബേസിറ്റി കുറവായിരിക്കും പൈറോളിനെക്കാട്ടിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ അടുത്തിരിക്കുന്ന ഫിനൈൽ റിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് ഉണ്ടല്ലോ, അത് ആ ഇലക്ട്രോൺസിൻ്റെ അങ്ങോട്ടേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങോട്ടേക്ക് പുള്ളി എന്ന് പറഞ്ഞാൽ അതിന് അവൈലബിലിറ്റി കുറവായിരിക്കും. അതാണ് ഈ കമ്പയർ ചെയ്ത് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. നമ്മൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുക. ഇൻഡോൾ ഉണ്ട്, പിരിഡീൻ ഉണ്ട്, പൈറോൾ ഉണ്ട്. ഇതിൽ ബേസിറ്റി ഓർഡർ കമ്പയർ ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതാം. സോ വാട്ട് ഇസ് എ ബേസിറ്റി ഓർഡർ? ഫസ്റ്റ് കിട്ടാൻ പോണത് പിരിഡീനാണ്, ദെൻ സെക്കൻഡ് വിൽ ബി പൈറോൾ ആൻഡ് തേർഡ് വിൽ ബി ഇൻഡോൾ. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഓർഡർ അത് വന്നത്? ശരി, അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിഡീൻ്റെ കേസിൽ അതിൻ്റെ ലോൺ പെയർ ഇലക്ട്രോൺ പുറത്താണ് കിടക്കണേ. അതിന് റെസനൻസിൻ്റെ ആ 2 ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് കാരണം പുറത്തുനിന്ന് ഒരു H+ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ദാറ്റ് ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ക്യാൻ ഫോം എ ബോണ്ട്. അതാണല്ലോ ബേസിറ്റി. അപ്പോൾ ഇവിടെ ഈ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ഇതിൻ്റെ കേസിൽ നോക്കി 2 ഇലക്ട്രോൺ അകത്താണ് കിടക്കണേ. അപ്പോൾ പുറമേ നിന്ന് ഒരു H+ വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ അത്ര പെട്ടെന്ന് വരത്തില്ല ആസ് കമ്പയർഡ് ടു പിരിഡിൻ. ഓക്കെ, വൈ? ബിക്കോസ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ് ഇൻ ദ ഡീലോക്കലൈസേഷൻ. അതിൻ്റെ അരോമാറ്റിക് റെസൊണൻസ് ക്യാരക്ടറിൽ അത് പങ്കെടുക്കുന്നത് കാരണം പുറമേ നിന്ന് H+ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പം കൊടുക്കത്തില്ല. ഇനി ഇൻഡോളിൻ്റെ കേസിലാണെങ്കിൽ സെയിം ആണ്, ഇതിൻ്റെ അകത്ത് ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ബെൻസീൻ ന്യൂക്ലിയസ്. അതിനർത്ഥം ദർ ഈസ് എ ഈ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് പുള്ളി ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. അങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പുറമേ നിന്ന് ഒരു H+ വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദ ലീസ്റ്റ് ബേസിക് വിൽ ബി ഇൻഡോൾ, പിന്നെ അത് കഴിഞ്ഞാൽ പൈറോൾ, പിന്നെ പിരിഡീൻ വിൽ ബി ഹാവിങ് ദ ഹയസ്റ്റ് ബേസിസിറ്റി. ഓക്കെ, ഇപ്പോൾ ബേസിറ്റി ഓഫ് പിരിഡീൻ ആൻഡ് പൈറോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോൾ വിൽ ബി ദ ലീസ്റ്റ് ബേസിക്, ഫോളോഡ് ബൈ പൈറോൾ, ആൻഡ് പിരിഡീൻ വിൽ ബി ദ ഹയസ്റ്റ് വൺ ബേസിക് ക്യാരക്ടർ ഉള്ളത്. ഇനി മെത്തേഡ്സ് ഓഫ് സിന്തസിസ് ഓഫ് ഇൻഡോൾ. ഓക്കെ, ഫിഷർ ഇൻഡോൾ സിന്തസിസ് ആണ് ഏറ്റവും ആദ്യത്തെ മെത്തേഡ് ഓഫ് സിന്തസിസ്. സോ വാട്ട് ഇസ് ഫിഷർ ഇൻഡോൾ സിന്തസിസ്? ഫിനൈൽ ഹൈഡ്രസീൻ സ്ട്രക്ചർ പഠിക്കണം. ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു NH2. ദിസ് ഇസ് ഫിനൈൽ ഹൈഡ്രസീൻ. അതിൻ്റെ ഒപ്പം നമ്മളൊരു ആൽഡിഹൈഡോ കീറ്റോണോ യൂസ് ചെയ്യുകയാണെങ്കിൽ, സോ ഹിയർ ഇറ്റ്സ് എ കീറ്റോൺ മോളിക്യൂൾ അല്ലേ. കീറ്റോണാണ് ഞാനിവിടെ വരച്ച് വെച്ചേക്കുന്നത്. കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാമല്ലോ, ഈ ഫിനൈൽ ഹൈഡ്രസീനിലെ NH2 ഒരു ഹൈഡ്രജനും ഇപ്പുറത്ത് കീറ്റോണിലുള്ള ഓക്സിജൻ തമ്മിൽ കമ്പൈൻ ചെയ്യും. എന്നിട്ട് അവരുടെ ഇടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഫോംസ് എ ന്യൂ ബോണ്ട് വിത്ത് ദി എലിമിനേഷൻ ഓഫ് നൈട്രജൻ. അത് സൈക്ലൈസ് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും ഇങ്ങനെ. ഓക്കെ, ദിസ് ഇസ് ദ ന്യൂലി ഫോംഡ് ബോണ്ട്. സോ യു വിൽ ഗെറ്റ് എൻ ഇൻഡോൾ ഡെറിവേറ്റീവ്. ഓക്കെ, എപ്പോഴാണ്? വെൻ യു ആർ റിയാക്ടിങ് ഫിനൈൽ ഹൈഡ്രസീൻ വിത്ത് എൻ ആൽഡിഹൈഡ് ഓർ എ കീറ്റോൺ. അതിൽ എക്സെപ്ഷൻ വരുന്നത് ഈ 2 എണ്ണമാണ്, ഫോർമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും. ദിസ് വിൽ നോട്ട് ഗിവ് എൻ ഇൻഡോൾ മോളിക്യൂൾ. ദീസ് ആർ ദി exceptions for aldehydes which will not react with phenyl hydrazine to give a indole derivative. Okay, so Fischer indole synthesis എന്നാണ് എൻ്റെ പേര്. നെക്സ്റ്റ് ബിഷ്ലർ സിന്തസിസ്. അപ്പോൾ നോക്കി, നേരത്തെ നമ്മൾ NH2 എഴുതിയില്ല, ഇവിടെ എഴുതുമ്പോൾ എന്താ എഴുതണേ? NH2 മാത്രം. ഓക്കെ, അപ്പോൾ അത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിക്കുക. ദിസ് ഇസ് അനിലിൻ. അനിലിൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ആൽഫ ഹാലോ കീറ്റോൺ. അപ്പോൾ ആൽഫ പൊസിഷനിൽ ദിൽ ബി എ ഹാലജൻ. ഹാലോ കീറ്റോൺ ആണല്ലോ, സോ ദ ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഇസ് C double bond O. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക? ഇതിലുള്ള NH2 ഹൈഡ്രജനും പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഹാലജനും തമ്മിൽ റിയാക്ട് ചെയ്യും. സോ ഇതിങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ദിസ് വിൽ ലീഡ് ടു ദ എലിമിനേഷൻ ഓഫ് HX. ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ആയി പോവും. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്യും. കറക്റ്റ്. ആൻഡ് ഓൾറെഡി ബോണ്ടഡ് ആണ്, റൈറ്റ്? സോ ഇത് ബോണ്ട് ഫോം ചെയ്യുന്ന എങ്ങനെയാണ്? ഇതാണ് പുതിയതായിട്ട് ഉണ്ടാകുന്ന ബോണ്ട്. ദിസ് വിൽ ഫോം എ ബോണ്ട് ഹിയർ. എന്നിട്ട് അത് റിംഗ് ക്ലോഷർ നടന്നിട്ട് യു വിൽ ഗെറ്റ് ഇൻഡോൾ ഡെറിവേറ്റീവ്. ഓക്കെ, ദിസ് ഇസ് ബിഷ്ലർ സിന്തസിസ്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇസ് aniline reacting with alpha halo ketone to give an indole derivative. പിന്നെ വരുന്നത് മേറ്റ്ലങ് സിന്തസിസ് ആണ്. മേറ്റ്ലങ് സിന്തസിസ് എന്താ? ദിസ് ഇസ് അസറ്റാനിലൈഡ്. ഇവിടം വരെ ഓക്കെയാണ്, റൈറ്റ്? NH
നേരത്തെ NH2 ആയിരുന്നു, അതിന് മുന്നേ NH2 ആയിരുന്നു. നൗ ഇറ്റ് ഈസ് NHCOCH3. ഓക്കെ, സോ യു ഹാവ് ടു മെമ്മറൈസ് ഓർത്തോ പൊസിഷനിൽ എന്തുണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് ഓർത്തോ മീഥൈൽ അസറ്റാനിലൈഡ്. It will react with in the presence of potassium tertiary butoxide undergoing acidification and dehydration. ഇത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് മെറ്റീരിയൽ വെച്ചിട്ട് ആരോ മാർക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. സോ ദിസ് വിൽ ഗിവ് യു 2-methyl ഇൻറ്റോൾ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ദിസ് ഇസ് ഗോയിങ് ടു ഗിവ് യു 2-methyl ഇൻറ്റോൾ. ഓക്കെ, അറിഞ്ഞിരുന്ന നല്ല, പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിൽ അധികം എഫേർട്ട് കൊടുക്കണ്ട. സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആൻഡ് പ്രോഡക്റ്റും പഠിച്ച് പോകാൻ നോക്കുക. ഓക്കെ, ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ സമയം കിട്ടുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അതർവൈസ് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട, ബിക്കോസ് ഓൾറെഡി നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻ എങ്കിലും ക്ലിയർ ആക്കി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇസ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഇൻഡോൾ. എന്തൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസ്? ബേസിറ്റി ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിയാ, റൈറ്റ്? ലെസ് ബേസിക് ആണ്. വൈ? ബിക്കോസ് അതിൻ്റെ ലോൺ പെയർ ഇസ് ഇൻവോൾവ് ഇൻ ദ ഡീലോക്കലൈസേഷൻ. ഈ സപ്പോസ് അതിനെ അക്സെപ്റ്റ് ചെയ്താൽ കൂടി ഇറ്റ് വിൽ ഗിവ് യു 1H ഇൻഡോലിയം കാറ്റയോൺ. ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. നമുക്കറിയാം ഇത് പാടാണ് നടക്കാൻ, ബേസിക് ക്യാരക്ടർ കാണിക്കാൻ, അല്ലെങ്കിൽ H+ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. പക്ഷെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ആസ് 1H ഇൻഡോലിയം കാറ്റയോൺ. അപ്പോൾ ബേസിറ്റി മാത്രമാണ് കാണിക്കുക, ഇൻഡോൾ അല്ല. ഇൻഡോളിന് പ്രത്യേകിച്ചാൽ ഇറ്റ് ക്യാൻ ഓൾസോ ഷോ ആക്ട് ആസ് എ വീക്ക് ആസിഡ്. അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? മെറ്റൽസുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും, എന്നിട്ട് അതിനെ ഡീപ്രോട്ടനേഷൻ ചെയ്യും. അതാണ് ഇൻഡോളിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മെറ്റൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ NH2 അല്ലെങ്കിൽ സോഡിയം മിത്തോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള മെറ്റൽ അയോൺ എന്ത് ചെയ്യുക? ദിസ് വിൽ ഡിസ്പ്ലേസ് ദ ഹൈഡ്രജൻ. Hനെ ഡിസ്പ്ലേസ് ചെയ്യും ആസ് H+ അയോൺസ്. ഓക്കെ, സീ ദിസ്. H+നെ ഡിസ്പ്ലേസ് ചെയ്യുമ്പം നൈട്രജനെ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ദിസ് ഇസ് ഇൻഡോൾ ആനയോൺ എന്ന് വിളിക്കും. അപ്പോൾ H+നെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ അത് ആരാ ചെയ്യുക? ഐദർ Na+ or K+. What is this? These are both metal ions. ഓക്കെ, അപ്പോൾ മെറ്റൽ അയോൺസ് ചെയ്യണ പരിപാടിയാണ് ഡീപ്രോട്ടനേഷൻ. ഡീപ്രോട്ടനേഷൻ ഇസ് നത്തിങ് ബട്ട് അസിഡിക് ക്യാരക്ടർ. ഓക്കെ, സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡോൾ ഇസ് സ്ലൈറ്റ്ലി അസിഡിക് നേച്ചർ. ഇനി അതേപോലെ വേറെ 2 റിയാക്ഷൻസ് ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. വൺ ഇസ് റിയാക്ഷൻ വിത്ത് Grignard's reagent ആൻഡ് സെക്കൻഡ് ഇസ് ഓർഗാനോലിത്തിയം. അപ്പോൾ ഇതാണ് ഓർഗാനോലിത്തിയത്തിൻ്റെ എക്സാമ്പിൾ. N-butyl lithium, CH3, CH2, 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 lithium. So this is called as organolithium. ഇതെന്താ ചെയ്യുക? ഇത് ചെയ്യുന്നത് Hനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ലിത്തിയം കയറിയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് അഗെയിൻ മീൻസ് ദാറ്റ് H+നെ റിലീസ് ചെയ്യുന്നുണ്ട്. അസിഡിക് ബിഹേവിയർ ആണ് അല്ലേ? So this is also kind of acidic behavior. Adum lithium ആണ്. It's also a metal. It is displacing the hydrogen ion and you will get lithium indole and lithium എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. പിന്നെ അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ you will get indole N-carboxylic acid അല്ലെങ്കിൽ indole 1-carboxylic acid എന്നും പറയാം. This is the same thing. ഓക്കെ, മെയിനായിട്ട് പറയേണ്ടത് എന്താ? ഇൻഡോൾ ആൻഡ് ലിത്തിയം. അത് കാരണം അതിനെ ഡിസ്പ്ലേസ് ചെയ്യും. H+നെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ മെറ്റൽ അയൺ ആയിട്ടുള്ള ലിത്തിയം കയറിയിരിക്കും. ദാറ്റ് ഇസ് എ റീസൺ വൈ ഇറ്റ് ഇസ് ബിഹേവിങ് ആസ് എ ആസിഡ്. ഓക്കെ, H+നെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്സിഡേഷൻ NBS എന്ന് വിളിക്കും. NBS സ്റ്റാൻഡ്സ് ഫോർ N-bromosuccinimide. അത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, NBS ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം സെക്കൻഡ് പൊസിഷൻ ഓക്സിഡൈസ് ചെയ്തിട്ട് അതൊരു കീറ്റോൺ ഫോമിക്ക് മാറുകയാണ്. അതായത് ഈ പൊസിഷനിൽ ദിസ് ഇസ് എ സെക്കൻഡ് പൊസിഷൻ, റൈറ്റ്? സെക്കൻഡ് പൊസിഷൻ വിൽ ഗിവ് യു എ കീറ്റോൺ. ഇതിൻ്റെ പേരാണ് ഓക്സിൻഡോൾ. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് N-bromosuccinimide. ഇനി പെറാസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലോ? പെറാസിഡ് എന്താ? ഓൾറെഡി പഠിച്ച പെർബെൻസോയിക് ആസിഡ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ പെറാസിഡ് അല്ലേ? ബെൻസോയിക് ആസിഡ് നമ്മൾ എഴുതുമ്പോൾ C6H5COOH അല്ല എഴുതുക. പക്ഷെ പെർബെൻസോയിക് ആസിഡ് എഴുതുമ്പോഴോ അതിൽ നമ്മളൊരു അഡീഷണൽ ഓക്സിജൻ
കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ബെൻസോയിക് ആസിഡ്. ഓക്കെ, പെറാസിഡ് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ കേസിൽ ഇത് റിങ് ബ്രേക്ക് ആക്കും, റൈറ്റ്? അതാണ് ഇതിൻ്റെ പ്രശ്നം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറി മാറി വരും. പെർബെൻസോയിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് 2,4-amido ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. ഓക്കെ, വെൻ യു ആർ യൂസിങ് പെറാസിഡ്. അപ്പോൾ രണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഓക്സിഡേഷൻ്റെ കേസിൽ ഇൻഡോളിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഓക്സിൻഡോളിൻ്റെ ഫോർമേഷൻ യൂസിങ് NBS. സെക്കൻഡ് ഇസ് 2,4-amido ബെൻസാൽഡിഹൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പെറാസിഡ്. അടുത്തത് റിഡക്ഷൻ റിയാക്ഷൻ. നമ്മളിവിടെ കണ്ടല്ലോ, നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും വി ഹാവ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് റിയേജൻറ്റ്. പക്ഷെ നോക്കിയേ, ബിർച്ച് റിഡക്ഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ നോക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ സോഡിയം മെറ്റൽ എത്തണം. പക്ഷേ നേരത്തെ കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നമ്പറിങ് പഠിക്കണമെന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1, 2, 3, 4, 5 and 6. സി, ഇതിൽ 4ഉം 7ഉം പൊസിഷൻ ഓർത്ത് വെക്കണം. വൈ? ബിക്കോസ് ഇഫ് വി ആർ ഡൂയിങ് ബിർച്ച് റിഡക്ഷൻ, 4ാമത്തെ 7ാമത്തെയും പൊസിഷനിൽ അഡീഷണലി ഹൈഡ്രജൻ കയറിയിരിക്കും. സോ ദിസ് ഇസ് 4,7-dihydro ഇൻഡോൾ. ഓക്കെ, അപ്പോൾ പൊസിഷൻ നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. കാരണം നമുക്ക് ഫുൾ സ്ട്രക്ചർ വരച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും നമ്പറിങ് ആദ്യം സ്ട്രക്ചർ പഠിക്കുക, പിന്നെ അതിൻ്റെ നമ്പറിങ് എഴുതാൻ പഠിക്കുക, പിന്നെ പൊസിഷൻസ് എടുത്ത് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് ആ പൊസിഷൻ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മറന്നു പോയാലും നമ്മൾ ആ പൊസിഷൻ ഓർമ്മയുണ്ടെങ്കിൽ നമുക്കത് വരച്ച് വയ്ക്കാൻ പറ്റും, ഇഫ് യു റിമെമ്പർ ദ കൺസെപ്റ്റ്. കറക്റ്റ്. പിന്നെ ബോണ്ടുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷെ പറ്റാവുന്ന രീതിയിൽ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക ആൻഡ് ദെൻ യു ട്രൈ ടു റൈറ്റ്. ഓക്കെ, കാരണം ബോണ്ടുകൾ നമുക്ക് പിന്നെയും ഓർത്ത് നമുക്ക് അതിൻ്റെ ഇതിലോട്ട് വരാൻ സാധിക്കും. കാർബണ് മാക്സിമം 4 ബോണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്കത് ആ രീതിയിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റും ചിലപ്പോൾ, കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ. സോ ആ രീതിക്ക് നോക്കുക. ഇനി സിങ്ക് അല്ലെങ്കിൽ ടിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഫസ്റ്റ് പൊസിഷൻ കഴിഞ്ഞ് സെക്കൻഡിലും 3ലും, സോ സി 2,3-dihydro ഇൻഡോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇഫ് യു ആർ യൂസിങ് ടിൻ ആൻഡ് സിങ്ക്. ഇനി നിക്കൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി എല്ലാ 8 പൊസിഷൻസിലും ഹൈഡ്രജൻ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഒക്ടാഹൈഡ്രോ ഇൻഡോൾ എന്ന് വിളിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ള എല്ലാ പൊസിഷനിലും. സോ 1, 2, 3, 4, 5, 6, 7 and 8. 8 പൊസിഷൻസിൽ യു ഹാവ് ഹൈഡ്രജൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇൻഡോൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒക്ടാഹൈഡ്രോ ഇൻഡോൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഏത് പൊസിഷനാണ് പ്രിഫർ ചെയ്യണമെന്നുള്ളത് എടുത്ത് പഠിക്കുക. ദിസ് ഇസ് 3rd പൊസിഷൻ. ഓക്കെ, അപ്പം ഇൻഡോളിൻ്റെ 3rd പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ പോകുന്നത്. ഇൻഡോൾ വരയ്ക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇൻഡോൾ വരയ്ക്കുക, നമ്പറിങ് എഴുതുക, അല്ലേ? നമ്പറിങ് എഴുതിയിട്ട് നമ്മൾ നേരത്തെ നമ്പറിങ് കഴിഞ്ഞ് പഠിച്ചതല്ലായിരുന്നോ? എങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്ത് ദിസ്? Okay, so very very important to learn the numbering system. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്, അല്ലേ? ഓക്കെ, നമ്പറിങ് സിസ്റ്റം നോക്കുക. ജംഗ്ഷനിൽ നമ്പർ ചെയ്യണോ? നോ, നോട്ട് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നമ്പർ ചെയ്യേണ്ട, നേരെ 4ക്ക് പോവുക. അതേപോലെ 7-7-ലെത്തി നിൽക്കും. ഓക്കെ, ജംഗ്ഷൻ്റെ കേസിൽ ഇവിടെ നമ്പർ ചെയ്യണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ആ രീതിയിൽ അത് പഠിക്കണം. പിന്നെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നിൽക്കണേ, അല്ലേ? അപ്പം അതിൽ 3rd പൊസിഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 3rd പൊസിഷൻ ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യുക. വൈ? ബിക്കോസ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ പോണേ ആ 3rd പൊസിഷനിലാണ്. ഓക്കെ, നൈട്രേഷൻ ചെയ്യാണ് യൂസിങ് അസിറ്റിക് ആൻഹൈഡ്രൈഡ്. 3rd പൊസിഷനിൽ തന്നെ നടക്കുക. ഓക്കെ, യു വിൽ ഗെറ്റ് എ നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 3rd പൊസിഷൻ. അതെന്താ? 3-nitro ഇൻഡോൾ. ഇനി ക്ലോറിനേഷൻ ചെയ്യുമ്പം നോക്കി, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു റിയേജൻറ്റ്, ദിസ് ഇസ് കോൾഡ് ആസ് N-chlorosuccinimide, NCS എന്ന് വിളിക്കും. ഇങ്ങനെ സിമിലർലി ഓക്സിഡൈസേഷൻ നമ്മൾ യൂസ് ചെയ്തൊരു ഒരു റിയേജൻറ്റ് ഓർമ്മയുണ്ടോ? ഓക്സിഡേഷനിൽ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് NBS. ഓക്കെ, സീ ദിസ് ഇസ് NBS. ഇനി ആ NBS എന്നുള്ളത് NCS ആക്കി എഴുതി കഴിഞ്ഞാൽ നൗ ദിസ് ഇസ് N-chlorosuccinimide. ഓക്കെ, ദിസ് ഇസ് ബട്ട് എ ക്ലോറിനേറ്റിംഗ് ഏജൻറ്റ്. എന്തുണ്ടായത്? 3rd പൊസിഷനിലെ ക്ലോറിൻ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദിസ് ഇസ് നൗ 3-chloro ഇൻഡോൾ. ഓക്കെ,
ഇപ്പോൾ തേർഡ് പൊസിഷൻ ഏതിൻ്റെ കേസിലാണ്? ഇൻഡോളിൻ്റെ കേസിൽ. ഓക്കെ, തേർഡ് പൊസിഷനിൽ യു ഹാവ് എ സൾഫോണിക് ആസിഡ് ട്രിപ്പ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ സൾഫനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ റിയേജൻറ്റ് യൂസ് ചെയ്യേണ്ടത്? സൾഫ്യൂരിക് ആസിഡ്. നൈട്രേഷൻ ആണെങ്കിലോ നൈട്രിക് ആസിഡ്. പക്ഷേ ഇവിടെ അസിഡിക് ആൻഹൈഡ്രേറ്റിൻ്റെ പ്രസൻസിലാണ്. സോ ഓർത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് എഴുതി വെക്കണം? നൈട്രിക് ആസിഡ് എഴുതി വെക്കണം നൈട്രേഷൻ്റെ കേസിൽ. ഓക്കെ, സൾഫനേഷൻ്റെ കേസിൽ ഓഫ് കോഴ്സ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇവിടെ ക്ലോറിനേഷനിൽ സ്പെസിഫിക്കലി ദേ ആർ യൂസിങ് NCS, N-chlorosuccinimide. ഇനി ചില സ്പെഷ്യൽ റിയാക്ഷൻസ് ഉണ്ട് ഇൻഡോളുടെ കേസിൽ. സോ ദിസ് ഈസ് സ്പെഷ്യൽ റിയാക്ഷൻസ്. എന്തൊക്കെയാണ് അത്? മാനേജ് റിയാക്ഷൻ. മാനേജ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഫോർമാൽഡിഹൈഡ് ആൻഡ് സെക്കൻഡറി അമീൻ. സോ യു ഹാവ് ഫോർമാൽഡിഹൈഡ് ആൻഡ് സെക്കൻഡറി അമീൻ. ഇത് വെച്ച് റിയാക്ട് ചെയ്യുമ്പം ഈ സെക്കൻഡ് പൊസിഷനിൽ ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് 3-dimethyl amino ethyl indole എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സ്പെഷ്യൽ റിയാക്ഷൻസ് ആണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ തീരത്തില്ല. നെക്സ്റ്റ് ഇസ് ഗെറ്റർമാൻ കോച്ച് സിന്തസിസ്. ഗെറ്റർമാൻ കോച്ച് സിന്തസിസിൽ ഹൈഡ്രജൻ സയനൈഡ് എന്ന പ്രസൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പൊസിഷൻ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഇസ് കോൾഡ് ആസ് 3-formyl ഇൻഡോൾ. ഓക്കെ, അതെല്ലാം സ്പെഷ്യൽ റിയാക്ഷൻസ് ആണ്. ഓർത്ത് വയ്ക്കാൻ നമുക്ക് സിമിലർ പരിപാടികളില്ല. ഓക്കെ, എഴുതി പഠിക്കേണ്ടി വരും. നെക്സ്റ്റ് ഇസ് റീമർ-ടൈമാൻഡ് റിയാക്ഷൻ. റീമർ-ടൈമാൻഡ് റിയാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് ആണ് റീമർ-ടൈമാൻഡ് റിയാക്ഷൻ. അപ്പം ഇതിൽ നമുക്ക് തേർഡ് പൊസിഷനിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം കിട്ടും. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. ദിസ് ഇസ് കോൾഡ് ആസ് ഇൻഡോൾ 3-carbaldehyde എന്ന് പറയും. അതിനൊപ്പം തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് 3-chloroquinol കിട്ടും. ഓക്കെ, ദിസ് ഇസ് റീമർ-ടൈമാൻഡ് റിയാക്ഷൻ ഓഫ് ഇൻഡോൾ. ഓക്കെ, അതൊക്കെ സ്പെഷ്യൽ റിയാക്ഷൻ്റെ കാറ്റഗറിയിൽ വരുന്നയാ. ഏതെങ്കിലും രണ്ടെണ്ണം. ഇനി പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ എടുത്ത് നെയിം റിയാക്ഷൻ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ചിലപ്പോൾ പണിയിട്ടത്. പക്ഷേ അവിടെയും അധികം മാർക്ക് പോവാത്ത രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് കാറ്റഗറിയിൽ കൊണ്ടുപോയിടും ഇത് സ്പെഷ്യൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ നെയിം റിയാക്ഷൻസ്. അപ്പോൾ അറിയില്ലെങ്കിൽ 2 മാർക്കേ പോകത്തുള്ളൂ. 5 മാർക്കിലും 10 മാർക്കിലൊന്നും അവർ ചോദിക്കില്ല. മോസ്റ്റ് പ്രോബ്ലി 2 മാർക്കിലായിരിക്കും. കാരണം ഇതധികം കുട്ടികൾ എഴുതില്ല എന്നറിയാം. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മിക്കവാറും അത് 2 മാർക്കിൽ തന്നെ ചോദിക്കാറ്. സോ യു ട്രൈ ടു സ്റ്റഡി. ഓർമ്മ വന്നില്ലെങ്കിൽ അധികം സ്ട്രെയിൻ ചെയ്യേണ്ട. കാരണം ഒരുപാട് നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. ഓക്കെ, എല്ലാം പഠിച്ചു പോയാലേ നമുക്ക് എത്തത്തുള്ളൂ. സോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ എല്ലാം പഠിച്ചിരിക്കണം നമ്മൾ, അല്ലേ? അധികം സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല, ഓർമ്മ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. അധികം സ്ട്രെയിൻ എടുക്കണ്ട. ഓക്കെ, മെഡിസിനൽ യൂസസ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ആയിട്ടുള്ള വിൻക്രിസ്റ്റിൻ, വിങ്ക ആൽക്കലോയിഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ, അല്ലേ? ആ വിങ്ക ആൽക്കലോയിഡ്സിൽ വരുന്നത് ഇറ്റ്സ് ആക്ച്വലി ആൻ ഇൻഡോൾ ന്യൂക്ലിയസ്. ഓക്കെ, വിൻക്രിസ്റ്റിൻ ആൻഡ് വിൻബ്ലാസ്റ്റിൻ ദേ ആർ യൂസ്ഡ് ഇൻ ആൻറ്റി ക്യാൻസർ, ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻസിൻ്റെ പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്. പിന്നെ ആൻറ്റി ഹൈപ്പർടെൻസീവ് സർപ്പഗന്ധ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് സർപ്പൻഡൈൻ. ഈ റിസർപ്പിന് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ ഉണ്ട്. അതിലും ഇൻഡോൾ ന്യൂക്ലിയസ് വരുന്നുണ്ട്. ഓക്കെ, പ്രില്ല് ഏസ് ഇനിബിറ്റേഴ്സിൽ വരുന്നതാണ്. ഈ പെറിൻഡോപ്രില്ല് വരുന്ന ഇൻഡോൾ ന്യൂക്ലിയസ് ആണ്. പിന്നെ പിൻഡലോൾ, ബീറ്റ ആൻറ്റഗോണിസ്റ്റ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് ഇൻഡോൾ ന്യൂക്ലിയസ്. ഓക്കെ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻഡോമെത്തസീൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളുണ്ട്. ഇറ്റ്സ് എൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്. ഇറ്റ് ഈസ് ഹാവിങ് ഇൻഡോൾ ന്യൂക്ലിയസ്. പിന്നെ ആൻറ്റി ആസ്മാറ്റിക് ആയിട്ടുള്ള സഫിർലുക്കാസ്റ്റ്, ഇറ്റ്സ് ആക്ടിങ് ആസ് എ മാസ്റ്റർ സ്റ്റെബിലൈസർ. ഇതും ആൻറ്റി ആസ്മാറ്റിക് ആയിട്ടുള്ള സഫിർലുക്കാസ് ഈസ് ഓൾസോ ഹാവിങ് ഇൻഡോൾ ന്യൂക്ലിയസ്. അപ്പം ഇതിലൊരു 2-3 അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രക്ചർ, അതാണ് നമുക്ക് ചലഞ്ച്. ഓക്കെ, പഠിക്കാൻ നോക്കാം. മെഡിസിൻ കെമിസ്ട്രിയിൽ പഠിച്ചത് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു 2 സബ്ജക്റ്റിൽ ഒരേ സാധനം എഴുതി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തു തരാം. ഓക്കെ, സോ അത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ദിസ് ഈസ് ഇൻഡോൾ. ഓക്കെ.